യൂറിക് ആസിഡിന് ചില ശാശ്വത പരിഹാര മാർഗങ്ങൾ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും പോലെ ഇപ്പോൾ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒരവസ്ഥയാണ് യൂറിക് ആസിഡ് കൂടുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇടയ്ക്കിടെ വരുന്ന സന്ധിവേദനകൾ മാറാതെ നിന്നാൽ നിങ്ങൾ യൂറിക് ആസിഡ് കൂടുതലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. സത്യത്തിൽ എന്താണ് ഈ യൂറിക് ആസിഡ്? നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീനുകൾ ദഹിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാസവസ്തുവാണിത്. സാധാരണ നമ്മുടെ വൃക്കകൾ യൂറിക് ആസിഡിനെ അരിച്ചു പുറത്തു കളയും. എന്നാൽ ശരീരം അമിതമായി യൂറിക് ആസിഡ് ഉൽപ്പാദിപ്പിച്ചാലോ വൃക്കകൾ രക്തത്തിൽ കൂടുതലുള്ള യൂറിക് ആസിഡിനെ പുറന്തള്ളിയില്ലെങ്കിലോ രക്തത്തിൽ ഇത് വർദ്ധിക്കാം. സാധാരണഗതിയിൽ യൂറിക് ആസിഡ് രക്തത്തിൽ വർദ്ധിച്ചാലും വലിയ ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല. എന്നാൽ തണുപ്പ് കാലത്ത് ഈ യൂറിക് ആസിഡ് കട്ടിയായി മൂർച്ചയേറിയ ക്രിസ്റ്റൽ രൂപത്തിലാകാറുണ്ട്. ഇത് ശരീരത്തിലെ ചെറിയ സന്ധികളിൽ അടിഞ്ഞുകൂടുകയും സന്ധികളിലും പ്രത്യേകിച്ച് കൈകാൽ വിരലുകളിലും പാദത്തിലും വേദനയും നീരും ഉണ്ടാകാറുണ്ട്. ഗൗട്ട് എന്നാണ് ഈ അവസ്ഥയ്ക്ക് വിളിക്കുക. രക്തത്തിൽ യൂറിക് ആസിഡ് കൂടി നിന്നാൽ അത് വൃക്കകളിൽ കല്ലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക് എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കരുത് എന്ന് എപ്പോഴും സംശയമുണ്ടാകാറുണ്ട്. എത്നിക് ഹെൽത്ത് കോഡ് യൂറിക് ആസിഡിന് ഫലപ്രദമായ ചില ഭക്ഷണക്രമങ്ങൾ ഇവിടെ നിർദ്ദേശിക്കുകയാണ്. പതിവായി ഇറച്ചി കഴിക്കുന്നവർ, പ്രത്യേകിച്ച് കരൾ, കിഡ്നി, തലച്ചോർ, ബീഫ്, പോർക്ക്, മത്തി ഇത് കഴിക്കുന്നവർക്ക് യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. സ്വീറ്റ് ബ്രെഡ്, ബിയർ എന്നിവ പതിവായി ഉപയോഗിക്കുന്നവരും യൂറിക് ആസിഡ് കൂടുതലുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. പ്രമേഹ രോഗത്തെ പേടിച്ച് ഗോതമ്പ് ഓട്സും കഴിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് യൂറിക് ആസിഡിന് സാധ്യതയുണ്ട് എങ്കിൽ ഗോതമ്പും ഓട്സും കുറയ്ക്കുന്നതാണ് നല്ലത്. അമിതവണ്ണമുള്ളവർക്ക് യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. സ്ഥിര വ്യായാമം, മിതഭക്ഷണം എന്നീ ശീലങ്ങൾ എപ്പോഴും പാലിക്കുക. യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക് കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇലക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് ടൊമാറ്റോ, തൈര്, പാല്, കാപ്പി, ചായ, പയർവർഗ്ഗങ്ങൾ, കപ്പലണ്ടി എന്നിവ സുരക്ഷിതമായി കഴിക്കാവുന്നതാണ്. പുളിയുള്ള പഴങ്ങൾ, പ്രത്യേകിച്ച് വൈറ്റമിൻ സി കൂടുതലുള്ള പഴങ്ങൾ യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കും. ദിവസവും രാവിലെ ഒരു ഏത്തപ്പഴം കഴിക്കുന്നത് യൂറിക് ആസിഡിനെ കുറയ്ക്കും. ഏത്തപ്പഴത്തിലെ വൈറ്റമിൻ B6, പൊട്ടാസ്യം, വൈറ്റമിൻ സി, ഫോലിക് ആസിഡ് ഇവ യൂറിക് ആസിഡ് കൊണ്ടുള്ള വേദനയെ കുറയ്ക്കാൻ സഹായിക്കും. ഓട്സ് കഴിക്കുന്നവർ അതോടൊപ്പം ഏത്തപ്പഴം അരിഞ്ഞ് കഴിക്കുന്നത് യൂറിക് ആസിഡ് കൂടാതിരിക്കാൻ സഹായിക്കും. യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള ചില ഒറ്റമൂലികൾ ethnichealthcode.com അവതരിപ്പിക്കുന്നു. ദിവസവും ഫ്രഷ് നാരങ്ങ പകുതി വീതം പിഴിഞ്ഞ് വെള്ളം ചേർത്ത് 3 നേരം കഴിക്കുക. പഞ്ചസാര ഉപയോഗിക്കരുത്. പഴുക്കാത്ത പപ്പായ ചെറു കഷ്ണങ്ങളാക്കി 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അതിൽ ഗ്രീൻ ടീ ചേർത്ത് ചൂടാക്കി തണുത്ത ശേഷം 1 സ്പൂൺ തേൻ ചേർത്ത് ദിവസവും രാവിലെ കഴിക്കുക. യൂറിക് ആസിഡും വേദനയും കുറയും. ഫ്രഷ് ചെറുപഴങ്ങൾ രാത്രി ചെറുനാരങ്ങയും തേനും ചേർത്ത ലായനിയിൽ ഇട്ട് വയ്ക്കുക. രാവിലെ 4 ചെറു വീതം കഴിക്കുക. യൂറിക് ആസിഡ് കുറയും. ദിവസം കുറഞ്ഞത് 15 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. ഉപ്പും പഞ്ചസാരയുടെയും ഉപയോഗം പരമാവധി കുറയ്ക്കുക. ഏറ്റവും ഫലപ്രദമായ ഈ ഹെൽത്ത് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത് ഡോക്ടർ രഞ്ജിൻ രാജ്, ethnichealthcode.com.